മെഡിസെപ്പിനെ കുറിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ എന്നെ പലരും ഫോണിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം ദയവായി നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കരുത്. കാരണം അതിനല്ല നമ്പർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയ ഒരു ചാനൽ 2-3 ചാനൽ നടത്തുന്ന ആളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് സംഭാവന അയക്കാനും പരസ്യങ്ങൾ തരാനും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കാനുമാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കൂ, നിങ്ങൾ വിളിക്കരുത് എന്നാണ് ഞാനൊരു അഭ്യർത്ഥനയോടുകൂടി തുടങ്ങട്ടെ. ഈ വീണ്ടും ഒരു പുതിയ ഹോണറബിൾ ജസ്റ്റിസ് PV ആശ ആക്ടിംഗ് ചെയർപേഴ്സൺ ആൻഡ് ഹോണറബിൾ മിസ്റ്റർ P കേശവൻ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് മറ്റൊരു വിധി കൂടി വന്നിട്ടുണ്ട്. അത് 19-ാം തീയതി ഡിസംബർ 19, 2025 ആ വിധി വന്നിരിക്കുന്നത്. OA/2157/2025 എന്നാണ് നമ്പർ. ഞാനിത് നമ്പർ വരെ പറയുന്നുള്ളൂ. 6 പേർ, 6 വനിതകൾ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ചാനലിലൂടെ പേര് പറയുന്നത് ശരിയല്ല. 6 വനിതകൾ, അവർ പിന്നെ തിരുവനന്തപുരത്തുള്ളവരും തിരുമലയുള്ളവരും ആറാമടയിലും ഒക്കെ ഉള്ളവരും തമ്പുരാൻമുക്ക് തുടങ്ങിയിട്ടുള്ള തിരുവനന്തപുരത്തുള്ളവരാണ്. അവർ 6 വനിതകൾ കൊടുത്തിട്ടുള്ള ഒരു കേസിൽ കേരള ഗവൺമെന്റിനെയും ഡയറക്ടർ ട്രഷറീസിനെയും ഓപ്പോസിറ്റ് പ്രതികളാക്കി കൊടുത്തൊരു കേസിൽ കൃത്യമായി അവരിൽ നിന്ന് മെഡിസെപ്പ് പിരിക്കരുത്, ഡിഡക്റ്റ് ചെയ്യരുത് എന്നുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊടുത്തിട്ടുള്ളതാണ്. ഒറിജിനൽ ആപ്ലിക്കേഷൻ ഞാൻ അതങ്ങോട്ട് വായിക്കാം. ഒറിജിനൽ ആപ്ലിക്കേഷൻ പ്രയർ inter alia that in the circumstances stated in the application the tribunal may be pleased to be issue an order or direction to stop deduction of ₹500 per month from the monthly pension of the applicants towards Medicep premium pending disposal of the original application എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് വിധി വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്ക് ചെയ്തിട്ട് അല്ല, നേരിട്ട് നമുക്ക് ഇടാൻ കഴിയില്ല. മാസ്ക് ചെയ്തതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇടും. അത് ഡൗൺലോഡ് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം മാസ്ക് ചെയ്തായിരിക്കും ഞങ്ങൾ ഇടുന്നത്. കാരണം അങ്ങനെ ഇടാനേ കഴിയുകയുള്ളൂ. ഈ ഓർഡറിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ടൊന്നും ഞങ്ങളെ വിളിക്കരുത്. നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നേരിട്ടോ വക്കീൽ മുഖാന്തരമോ നിങ്ങൾക്ക് സമീപിക്കാം. അങ്ങനെ മെഡിസെപ്പിൻ്റെ അടുത്ത കേസും വിധിയായിരിക്കുന്നു. ഓരോ കേസുകളായി വന്നിരിക്കുന്നു. മെഡിസെപ്പിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പരിപാടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പിരിവ് ഇത് 810 രൂപ ആക്കിയതിന് ശേഷം 310 രൂപ വീണ്ടും കുറച്ച് വീണ്ടും 500 തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആദ്യം 500 ആയിരുന്നു, പിന്നെ 810 ആക്കി, വീണ്ടും അത് 500 ആക്കി. അപ്പോൾ എന്തായാലും ആ 500 രൂപയും പിടിക്കരുത് എന്നുള്ള കേസാണ്. മെഡിസെപ്പ് വേണ്ടാത്തവർ പല തലത്തിലുള്ള ആളുകൾക്ക് വേണ്ട. ഒന്ന്, ഗവൺമെന്റിനോട് പറയാനുള്ളത്, ബാലഗോപാലിനോട് പറയാനുള്ളത്, KN ബാലഗോപാൽ, ഇത് നിങ്ങൾ ഓപ്ഷൻ ആക്കൂ. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തവർക്ക് ഒരാളുടെ ക്ലെയിം, ആരോഗ്യ ക്ലെയിം അയാൾക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് അയാൾ ഉപദ്രവിക്കുന്നത്? പെൻഷൻ ആയാലും ഒരാൾ ഇന്നലെ എന്നോട് ചോദിച്ചു, അവർ ഒരു സ്ത്രീ, ഒരു വനിത എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, സാർ 9,000 രൂപയാണ് പെൻഷൻ, അതിൽ 810 രൂപ പിടിക്കുന്നു, പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ പെൻഷൻ എന്ന് ചോദിച്ചു. വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്, പിടിക്കരുത്. പിന്നെ ഓപ്ഷൻ ആക്കണം. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിൽപ്പെട്ട ആരെങ്കിലും കുടുംബത്തിലുള്ളെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യ സ്റ്റേറ്റ് സർവീസിൽ നിന്ന് അവരെ നിന്ന് പൈസ പിടിക്കേണ്ട, അവർക്ക് ഫാമിലിയായിട്ട് ക്ലെയിം കിട്ടുമെന്നേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്. തിരിച്ചുമൊക്കെ ഉണ്ട്. ഭാര്യ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, ഭർത്താവ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഭർത്താവിൻ്റെ നിന്ന് പിടിക്കേണ്ട കാര്യമില്ല. ഭാര്യയുടെ ക്ലെയിം ഭർത്താവിന് കിട്ടുന്നുണ്ട്, ഫാമിലി ക്ലെയിം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി ഒരു സാഹചര്യം കൊണ്ടുണ്ട്. 35 വയസ്സിൽ ആർമിയിൽ നിന്ന് റിട്ടയർ ആയി പിരിഞ്ഞു വന്നിട്ടുള്ള ഒരാൾ ഇവിടെ ഒരു ജോലി, എന്തോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോസ് തുടങ്ങിയത്, ജോലി കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് 56 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇത് പിടിക്കുന്നു പെൻഷൻ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആർമിയുടെ ക്ലെയിം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവേത് ഇത് ചെയ്യരുത്. ഇത് കൃത്യമായ കേസുകൾ വരുന്നു, പുതിയ കേസുകളാണ്, ഏറ്റവും അവസാനത്തെ കേസാണ്. നിങ്ങൾ ഇതുപോലെ കേസിന് പോകുന്നവരും കേസ് കിട്ടുന്നവരും ഒക്കെ എന്നെ അറിയിച്ചാൽ നമ്മളത് വീഡിയോ വഴി ആളുകളെ അറിയിക്കും. മെഡിസെപ്പിൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടപെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവർക്ക് ക്ലെയിമിനനുസരിച്ചുള്ള പൈസ കിട്ടാത്ത കേസുകൾ കുറേയുണ്ട്. അവർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് പോകേണ്ടത്, ഓരോ ജില്ലയിലുമുള്ള. അവിടെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും. അവിടെ നിന്ന് നിരവധി പേർക്ക് മെഡിസെപ്പിൻ്റെ ക്ലെയിം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും അറിയിക്കുകയാണ്.